കൃഷ്ണൻ കുന്തിയോട് യാത്ര പറയുന്നു. പരീക്ഷത്തിന്റെ ജനനത്താൽ ഉളവായ പരിഭ്രാന്തിയൊക്കെ ശമിച്ച് നഗരിയും യുധിഷ്ഠിരന്റെ കൊട്ടാരവും സാധാരണ നിലയിലായി. കൃഷ്ണൻ ചിന്തിച്ചു, താൻ ദ്വാരകയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പാണ്ഡവരോട് പറയേണ്ടതുണ്ട്. അവർക്ക് തന്നിലുള്ള സ്നേഹാധിക്യം നിമിത്തം അവർ തന്റെ യാത്രയ്ക്ക് അനുകൂലമാവില്ലെന്ന് കൃഷ്ണൻ അറിയാം. കൃഷ്ണൻ അവരെയും അതുപോലെ തന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ പോകാതെ തരമില്ലല്ലോ. കൃഷ്ണൻ സഹോദരി സുഭദ്രയോടും ദ്രൗപദിയോടും അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവിനോടും തപസ്വിനിയായ ധൃതരാഷ്ട്രപത്നി ഗാന്ധാരിയോടും പാണ്ഡവന്മാരോടും മറ്റെല്ലാവരോടും പ്രത്യേകം യാത്ര ചോദിച്ചു. കൃഷ്ണനോടുള്ള വേർപാട് അവർക്ക് അസഹ്യമായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ യുധിഷ്ഠിരൻ കൃഷ്ണനെ യാത്രയാക്കി. കൃഷ്ണൻ കുന്തിയുടെ ഗൃഹത്തിലേക്ക് പോയി. കുന്തിയുടെ കാൽക്കൽ വീണ് ഇപ്രകാരം പറഞ്ഞു, എന്നെ ആശീർവദിച്ചാലും ഞാൻ ദ്വാരകയിലേക്ക് പോവുകയാണ്. കുന്തി ദുഃഖത്താൽ ഗദ്ഗദം പൂണ്ട് ഇപ്രകാരം പറഞ്ഞു, എന്റെ സഹോദരപുത്രനായ കൃഷ്ണൻ കൃഷ്ണനായിട്ട് തന്നെ എന്റെ കൺമുമ്പിൽ കളിക്കുന്നു. കൃഷ്ണ, ഞാനൊരു അജ്ഞയാണ്. ഞാൻ വേദം പഠിച്ചിട്ടില്ല, ബ്രഹ്മവിദ്യ ഉപാസിച്ചിട്ടുമില്ല. പക്ഷേ എനിക്കൊരു സത്യമറിയാം, അങ്ങ് ജഗന്നിയന്താവായ ഈശ്വരനാണെന്ന്. ഞാൻ അങ്ങയെ വന്ദിക്കുന്നു. കൃഷ്ണൻ ശാശ്വതമായ സത്യമാണ്, സ്രഷ്ടാവാണ്, ആദിപുരുഷനാണ്. പ്രകൃതിയെ നടത്തുന്നതും അങ്ങ് തന്നെ. പഞ്ചഭൂതാത്മകമായ ഈ ജഗത്താസകലം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയും അങ്ങ് തന്നെ. സകല ചരാചരങ്ങളിലുമുള്ള അങ്ങയുടെ സാന്നിധ്യം മായയാകുന്ന മറ കാരണം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങാണ്. പഞ്ചേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും അങ്ങാണ്. ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള മഹത്തത്വവും അങ്ങാണ്. അങ്ങയെ നമസ്കരിക്കാനേ എനിക്ക് കഴിയൂ. അജ്ഞയായ ഒരുവൾ എന്ന നിലയിൽ അങ്ങയോട് പ്രാർത്ഥിക്കേണ്ട വിധം തന്നെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. വിനീതമായി ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഇപ്രകാരം ഒരു നടൻ തന്റെ സാമർഥ്യത്താൽ കഥാപാത്രത്തോട് താദാത്മ്യം പ്രാപിക്കുന്നുവോ അപ്രകാരം അങ്ങ് കൃഷ്ണന്റെ വേഷം സമർത്ഥമായി നടിച്ചിരിക്കുന്നു. അങ്ങയുടെ സത്യസ്ഥിതി എല്ലാവർക്കും അറിയില്ല. നിസ്വാർത്ഥമായ യോഗികൾക്കും ബ്രഹ്മജ്ഞാനികൾക്കും വികാരങ്ങൾക്ക് അടിമപ്പെടാത്തവർക്കും കൂടി അങ്ങയെ കാണാൻ സാധ്യമല്ല. സ്ഥിതിഗതികൾ അങ്ങനെയിരിക്കെ ഭക്തിയോഗം പോലും എന്തെന്നറിയാത്ത വിദ്യാവിഹീനകളായ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? എനിക്കങ്ങ് ദേവകി വസുദേവ പുത്രനോ യശോദാ നന്ദപുത്രനോ ആണ്. അങ്ങ് വൃന്ദാവനത്തിൽ പശുക്കളെ മേയ്ക്കുന്ന പശുപാലനാണ്. എന്നാൽ അങ്ങ് മാറത്ത് ശ്രീവത്സം എന്ന മറുവുള്ള സാക്ഷാൽ ശ്രീനാരായണനാണെന്ന് എനിക്കറിയാം. വളരെ കാലം മുമ്പ് അങ്ങ് കംസനെ കൊന്ന ശേഷം അങ്ങയുടെ അമ്മയായ ദേവകിയെ കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചു. അപ്രകാരം തന്നെ പലവിധ ദുഃഖങ്ങളിൽ നിന്നും പലപ്പോഴും എന്നെയും വിമുക്തനാക്കിയിട്ടുണ്ട്. എന്റെ മക്കൾക്ക് സ്വരാജ്യം വീണ്ടുകിട്ടിയത് അങ്ങ് ഹേതുവായിട്ടാണ്. അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്. ആപത്ത് വന്നപ്പോഴൊക്കെ ഞങ്ങളുടെ രക്ഷയ്ക്കെത്തിയിട്ടുണ്ട്. കേവലം ഒരു മനുഷ്യന്റെ രൂപവും നാമവും ധരിച്ച് അങ്ങ് ഞങ്ങൾ ഒന്നിച്ചു വസിക്കുന്നു. അത് ഞങ്ങളുടെ മഹാഭാഗ്യമെന്നേ പറയേണ്ടു. ഞങ്ങൾക്ക് കഷ്ടപ്പാട് ആരംഭിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അങ്ങയുടെ ദർശനം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അങ്ങ് ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. ക്ഷമിക്കണേ കൃഷ്ണ, അങ്ങയിൽ നിന്ന് ഒരു വരം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങളിൽ നിന്ന് ഒരിക്കലും ആപത്തുകൾ ഒഴിഞ്ഞു പോവരുതേ കൃഷ്ണ. അങ്ങെപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ടാവാൻ അതാണ് സുഗമമായ മാർഗം. ഉത്കൃഷ്ട കുലജാതനും ധനികനും പണ്ഡിതനെങ്കിലും സ്വാർത്ഥമതിയായ ഒരാൾക്ക് അങ്ങയുടെ നാമം ഉച്ചരിക്കാനോ അങ്ങയെ സമീപിക്കാനോ കഴിയുമോ? എന്നിട്ടും അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ട് തന്നെ അപ്രകാരമുള്ളവർക്ക് അങ്ങയുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് പാത്രീഭൂതരാവാൻ സാധിച്ചിട്ടുണ്ട്. സർവശക്തനായ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. ജഗത്തിന്റെ കാരണനും ആദിയും അന്തവുമില്ലാത്ത നീങ്ങുന്ന കാലത്തിന്റെ അധിപനും അങ്ങാണ്. മനുഷ്യരുടെ ഇടയിൽ ഈ ലോകത്തിൽ ജനിക്കണമെന്ന് അങ്ങയ്ക്ക് എങ്ങനെ മോഹമുണ്ടായി? മലയപർവ്വതത്തിന്റെ അടിവാരത്തിൽ വളരുന്ന ചന്ദനമരത്തിന്റെ ഗന്ധം പരത്തുന്ന കാറ്റ് എന്ന പോലെ യുധിഷ്ഠിരന്റെ കീർത്തി ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങ് യദുകുലത്തിൽ ജനിച്ചതാണെന്ന് ചിലർ പറയുന്നു. സുതപസ് എന്നും പൃശ്നി എന്നും പേരുള്ള ദമ്പതിമാരോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് ദേവകി വസുദേവപുത്രനായി ജനിച്ചതാണെന്ന് മറ്റു ചിലർ പറയുന്നു. ഭൂമിഭാരം സഹിക്കാൻ വയ്യാതെ നാശഗർത്തത്തിൽ വീഴുന്നതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി
ബ്രഹ്മാവിന്റെ അപേക്ഷയനുസരിച്ച് ഭൂമിയിൽ പിറന്നതാണെന്നും വേറെ ചിലർ പറയുന്നു. അപരിമേയ ബ്രഹ്മം ഇങ്ങനെ ഒരു രൂപവും നാമവും സ്വീകരിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒന്നു മാത്രം അറിയാം, നിസ്സാരന്മാരായ മനുഷ്യരെ ശല്യപ്പെടുത്തുന്ന സുഖദുഃഖങ്ങളിൽ നിന്ന് അതീതനാണ് അങ്ങ്. അങ്ങേക്ക് ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഇല്ല. ആരോടും അങ്ങേക്ക് പ്രത്യേകതകളില്ല. ആരെയും അങ്ങ് വെറുക്കുന്നുമില്ല. ഇഷ്ടാനിഷ്ടങ്ങളുടെ കെണിയിൽപ്പെട്ട ഒരാൾക്കും അങ്ങയുടെ ജന്മോദ്ദേശം എന്തെന്നറിയാൻ കഴിയില്ല. കൃഷ്ണ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇന്ദ്രിയങ്ങളുടെ പുറകിലുള്ള ചൈതന്യമാകുന്ന പ്രകാശമറ്റാൽ അവ എങ്ങനെ പ്രവർത്തിക്കും? ഹേ കൃഷ്ണ, തടസ്സങ്ങൾ അവഗണിച്ച് ഏകലക്ഷ്യത്തോടെ ഗംഗാനദി എപ്രകാരം സമുദ്രത്തിൽ ചെന്ന് ചേരുന്നുവോ അപ്രകാരം എന്റെ മനസ്സ് അങ്ങയിൽ തന്നെ കുലുക്കമില്ലാതെ ഉറച്ചു നിൽക്കാനും സദാസമയവും അങ്ങയെപ്പറ്റിയുള്ള ചിന്ത മാത്രം എന്നിൽ ഉണ്ടാകാനും എന്നെ അനുഗ്രഹിച്ചാലും. നിതാന്തസുന്ദരമായ ഒരു മൃദു അന്തഹാസത്തോടുകൂടി കൃഷ്ണൻ കുന്തിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞു. അനന്തരം കൃഷ്ണൻ രാജസന്നിധിയിലേക്ക് പോയി. അവിടെ യുധിഷ്ഠിരനും സഹോദരന്മാരും ദുഃഖിച്ചിരിക്കുന്നത് കണ്ടു. കൊട്ടാരവാതിൽക്കൽ രഥം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അർജുനൻ രഥത്തിൽ കയറി നിന്ന് കൃഷ്ണന്റെ ശിരസ്സിനു നേരെ വെൺകൊറ്റ കുട പിടിച്ചു. ഉദ്ധവനും സാത്വികിയും വെൺചാമരം വീശി. യുധിഷ്ഠിരനും ഭീമനും നകുല സഹദേവന്മാരും രഥത്തിന്റെ ഇരുഭാഗവും നടന്നു. എല്ലാവർക്കും പ്രിയങ്കരനായ കൃഷ്ണനെ യാത്രയാക്കാൻ വേണ്ടി നഗരം ആബാലവൃദ്ധം തെരുവിൽ നിരന്നു. താമസിയാതെ അവർ നഗരാതിർത്തിയിലെത്തുകയും കൃഷ്ണൻ വളരെ പ്രയാസപ്പെട്ട് തന്റെ സ്നേഹിതന്മാരോട് താങ്കളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തു. ദാരുകൻ കുതിരകളെ കടിഞ്ഞാൻ വലിച്ച് പ്രോത്സാഹിപ്പിച്ചു. താമസിയാതെ കൃഷ്ണന്റെ രഥം ചക്രവാളത്തിൽ ഒരു ബിന്ദു മാത്രമായി കാണപ്പെട്ടു. ആ 5 സോദരന്മാരും വളരെ നേരം തേര് അപ്രത്യക്ഷമായ സ്ഥാനം നോക്കിക്കൊണ്ട് നിന്ന നിൽപ്പിൽ തന്നെ നിന്നു.